വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മമ്പുറം തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ചിൻ്റെയും ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെയും മമ്പുറം മഖാമിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സെമിനാർ എന്തുകൊണ്ടും വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ മുൻനിർത്തി സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമകാലികമായ പ്രാധാന്യത്തെ മുൻനിർത്തി കൂടുതൽ ഒരു സംസാരം ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ സവിശേഷമായ ഒരു സന്ദർഭത്തിൽ മലബാറിലെ, കേരളത്തിലെ പൊതുവെയും മലബാറിലെ വിശിഷ്ടവുമായ ഇസ്ലാമിക നവോത്ഥാന, വൈജ്ഞാനിക, സാമൂഹിക പരിവർത്തന സംരംഭങ്ങളെ മനസ്സിലാക്കുവാനും അതിൽ മമ്പുറം തങ്ങന്മാർ ഇടപെട്ട രീതികളും അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെയും മുൻനിർത്തി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. കേരളത്തിൻ്റെ ഒരു ഇസ്ലാമിക പാരമ്പര്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അടിസ്ഥാനപരമായി ഒരു സൂഫി മുന്നേറ്റങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്നതാണ്. ഇവിടെ ബഹുമാനായിട്ടുള്ള മന്ത്രി പറഞ്ഞതുപോലെ യമനി പാരമ്പര്യമുള്ള സയ്യിദ് കുടുംബങ്ങൾ ഇവിടെ എത്തുകയും ഉസ്താദ് അതിനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രപരമായ വേരുകളെ സംബന്ധിച്ച് ആദ്യം സംസാരിക്കുകയുണ്ടായി. ഇവിടുത്തെ മനുഷ്യരായി, ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുമായി ഇഴുകിച്ചേർന്ന് ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ ഇടപെട്ട് ജനിച്ചു ജീവിച്ച മഹത് വ്യക്തിത്വങ്ങളാണ് അവർ ഇപ്പോൾ ഈ ചരിത്രത്തിൽ, നമ്മുടെ വർത്തമാനത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ അവർ നിലനിൽക്കുന്നത്. അപ്പോൾ മലബാറിൽ ഇസ്ലാമിക പ്രബോധന പാരമ്പര്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട ധാരയാണ് ഉള്ളത്. നമ്മളതിനെ ഞങ്ങളെപ്പോലെയുള്ള അക്കാഡമിഷ്യന്മാർ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ധാരയാണ് ഉള്ളത്. ഒന്ന് കോഴിക്കോട്ടെ ഖാസിമാരുടെ പാരമ്പര്യമാണ്. മറ്റൊന്ന് പൊന്നാനിയിലെ മഖ്ദൂമികളുടെ പാരമ്പര്യമാണ്. അതുപോലെ തന്നെ മമ്പുറം തങ്ങന്മാരും ഹാദ്രമി സയ്യിദ് പാരമ്പര്യമുള്ള തങ്ങന്മാരുമാണ്. ഈ 3 പ്രധാനപ്പെട്ട പാരമ്പര്യമാണ് പ്രത്യേകിച്ച് തെക്കേ മലബാറിൽ ഇസ്ലാമിക, വൈജ്ഞാനിക, ആത്മീയ, സാമൂഹിക നവോത്ഥാന സംരംഭങ്ങളിൽ പ്രധാനപ്പെട്ടതായി മാറി നിലനിൽക്കുന്നത്. 18, 19 നൂറ്റാണ്ടുകളിൽ മലബാറിലെ ആത്മീയ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ വിശിഷ്യ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വളരെ ഗൗരവമായിട്ടുള്ള മാറ്റങ്ങൾ സാധ്യമാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം ഈ തങ്ങൾ പാരമ്പര്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സംഭാഷണത്തിന്റെ തലക്കെട്ട് തങ്ങൾ പാരമ്പര്യം എന്ന് പൊതുവെ വിളിക്കാൻ കാരണം. കാരണം ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 3 പ്രധാനപ്പെട്ട സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ക്രമങ്ങൾ മലബാറിൽ വളരെ സവിശേഷമായി നിലനിന്നിരുന്നു. ഒന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജന്മിത്വം എന്ന് വിളിക്കുന്ന ഒരു ഭൂടമ ക്രമമായിരുന്നു. രണ്ടാമത്തേത് ജന്മിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാമൂഹിക വിഭജന രൂപം എന്ന നിലയിൽ, സാമൂഹിക ഭേദരൂപം എന്ന നിലയിൽ ജാതി വ്യവസ്ഥ. മൂന്നാമതായി വൈദേശിക ആധിപത്യം, പോർച്ചുഗീസുകാരെ തുടർന്ന് ബ്രിട്ടീഷുകാർ വരെ എത്തി നിൽക്കുന്ന ഒരു വൈദേശിക ആധിപത്യം. തങ്ങന്മാരുടെ ജീവിത കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യമായിരുന്നു. അപ്പൊ ഈ 3 ഘടകങ്ങളും, വൈദേശികാധിപത്യം, തദ്ദേശീയമായിട്ടുള്ള ഭൂടമാവസ്ഥയായ ജന്മിത്വം, ഇവിടെ നിലനിന്നിരുന്ന ഇന്ത്യയിൽ പൊതുവെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ, ഈ 3 ഘടകങ്ങളും കൂടി ചേർന്ന ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ക്രമമായിരുന്നു മലബാറിലേത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ മുകൾ തട്ടിൽ വരുന്ന ജാതി ജന്മിത്ത ഭാഗങ്ങളും വരേണ്യരായ ആളുകളും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വന്നപ്പോൾ ജന്മിമാരെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടീഷുകാരുടെ നയത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് പിന്തുണയുള്ള ജന്മിമാരുടെ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാരായി മാറിയ
ജന്മിമാരും മറ്റുള്ള വര്യന്യരും, സാധാരണക്കാരായ പാട്ടക്കുടിയന്മാരും കർഷകരും ആളടിമകൾ എന്ന് വിളിക്കപ്പെടുന്ന അടിമകളാക്കപ്പെട്ട അയിത്തജാതിക്കാരായി മാറിയ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഒരു അടിച്ചമർത്തൽ വ്യവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതിൽ പണിയെടുക്കുന്ന കർഷകർ, തൊഴിൽ സമൂഹങ്ങൾ, കൈവേലക്കാർ, മറ്റനുബന്ധമായിട്ടുള്ള സേവന തൊഴിലുകൾ ഏർപ്പെടുന്ന മനുഷ്യർക്കൊക്കെ ഇവിടെ ഉസ്താദ് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ മനുഷ്യ പദവിയോ അന്തസ്സോ അഭിമാനത്തോടു കൂടി ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യമായിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സാമൂഹ്യ ജീവിത അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിച്ചിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യരുടെ ഇടയിലേക്കാണ് ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങളുള്ള വ്യത്യസ്ത രീതിയിലുള്ള സാംസ്കാരിക അവബോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യവും അതിന്റെ വിശ്വാസപരമായിട്ടുള്ള ധാരകളും പിന്തുടർന്നു വന്ന സൂഫികളായിട്ടുള്ള ഈ തങ്ങന്മാർ സമൂഹത്തിൽ ഇടപെടുന്നതാണ്. ഒരു അടിസ്ഥാനപരമായി കളെ പിന്തുടർന്നുകൊണ്ടുള്ള വിശ്വാസ അനുഷ്ഠാന ക്രമങ്ങളും അതിന്റെ ധാർമ്മിക പ്രബോധന രീതികളും അതിന്റെ അനുഷ്ഠാന രീതികളും അതിന്റെ കർമ്മശാസ്ത്ര രീതികളും പിന്തുടരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അടിത്തട്ട് മനുഷ്യരായ മനുഷ്യർക്ക് തങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദവി അവർക്ക് ലഭിക്കുന്നത്. അത് സാധ്യമാക്കി കൊടുത്ത, അതിന് നേതൃത്വം കൊടുത്ത ഒരാത്മജ്ഞാനിയാണ് യഥാർത്ഥത്തിൽ അലവി തങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ഭാഗമായി ധാരാളം മനുഷ്യർ ഇസ്ലാമിന്റെ പാതയിലേക്ക് മലബാറിൽ വരികയും അങ്ങനെ വന്ന ആളുകളോട് ഈ ജന്മിമാർ ജാതീയപരമായി തന്നെ പെരുമാറുകയും ചെയ്യുന്ന സന്ദർഭം ഉണ്ടായി. സ്വാഭാവികമായും പെട്ടെന്നൊരു തങ്ങളുടെ ഈ ചെറൂർ കലാപവുമായി ബന്ധപ്പെട്ട ചെറൂർ ചിന്ത്, ചെറൂർ പടപ്പാട്ട് തുടങ്ങിയിട്ടുള്ള ആഖ്യാനങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അങ്ങനെ സൂഫി മാർഗം സ്വീകരിച്ച് ഇസ്ലാമായി മാറിയ ഒരു സ്ത്രീ, ഒരു അടിയാള സ്ത്രീ, ഒരു ദളിത് സ്ത്രീയോട് ഈ കാര്യാട്ട് കപ്രാട്ട് പണിക്കർ എന്ന് പറയുന്ന ജന്മി ഒരു കീഴാള ജാതിയോട് പെരുമാറുന്ന രീതിയിൽ തന്നെ പെരുമാറുകയും അത് വലിയൊരു ഒരു പ്രശ്നത്തിലേക്ക് മാറുകയും അവരുടെ അന്തസ്സിനേറ്റ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി അത് മാറുകയും അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് അത് പോവുകയാണ് ചെയ്തത്. അപ്പൊ ആ സംഘർഷം ഉണ്ടാകുന്നത് സാമൂഹികമായ വിവേചനത്തിനെതിരെ മനുഷ്യാന്തസ് നേടിയെടുക്കാൻ വേണ്ടി മനുഷ്യർ സൂഫി മാർഗം സ്വീകരിക്കുകയും ഇസ്ലാമികമായ മാർഗം സ്വീകരിച്ച് പിന്നെ മത ആരോഹണം, ഇസ്ലാം മതത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ്. മതപരിവർത്തനമല്ല, മതപരിവർത്തനമല്ല. ഇന്ന് നമ്മൾ പറയുന്ന മതപരിവർത്തനമല്ല. അന്ന് ഈ അടിത്തട്ട് മനുഷ്യർക്ക് ഈ പറയുന്ന അങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യർക്ക് മതം ഉണ്ടായിരുന്നില്ല. ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ അവർക്ക് അടിയിട്ടുപോയിരുന്നു, അവർ കൊല്ലുമായിരുന്നു. മനസ്സിലായോ? അവർക്ക് മതം ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ ജാതീയപരമായ അനുഷ്ഠാനങ്ങളും വിശ്വാസക്രമങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ജാതിയിലുള്ള വിശ്വാസക്രമങ്ങളും അതിന്റെ അനുഷ്ഠാനങ്ങളും ജീവിച്ചിരുന്ന മനുഷ്യർ അവർക്ക് മതത്തിൻ്റെതായിട്ടുള്ള ചിട്ടയായ ഒരു സാമൂഹ്യ ജീവിതം, ചിട്ടയായ ഒരു ആത്മീയ ജീവിതം, അവർക്ക് ആത്മാഭിമാനത്തോട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം സാധ്യമായത് സൂഫികളുടെ പാത അവർക്ക് മുന്നിൽ തുറന്നിടുമ്പോഴാണ്. അങ്ങനെ സൂഫികളുടെ പാത സ്വീകരിച്ച് ഇസ്ലാമായി മാറിയ മനുഷ്യരോട് ജാതീയപരമായി അവരെങ്ങനെയായിരുന്നു അതിനു മുമ്പ് ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ അവർ ജീവിക്കാൻ നിർബന്ധിതരായി. അപ്പൊ അതിനെതിരെ നടന്ന പോരാട്ടങ്ങളുടെ, പ്രക്ഷോഭങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് ചെറൂർ പോരാട്ടം, ഒരു ചെറൂർ കലാപം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യര് സാമൂഹ്യ അന്തസ്സിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, ആത്മാഭിമാനത്തിന് വേണ്ടി, നമ്മൾ ഡിഗ്നിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ, അന്തസ്സിന് വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടങ്ങളുടെയും മനുഷ്യരുടെ ഉദ്യമങ്ങളുടെയും ഭാഗമായി മനുഷ്യർ തേടിയെത്തിയ, മനുഷ്യർ കണ്ടെത്തിയ, അല്ലെങ്കിൽ മനുഷ്യർക്ക് ലഭ്യമായ ഒരു ആത്മീയ പാതയാണ് യഥാർത്ഥത്തിൽ സൂഫികളുടെ മാർഗം. അതുകൊണ്ടാണ് സാധാരണ മാർഗം കൂടുക എന്നാ പറയാ. ഇപ്പൊ ഞാൻ തിരുവിതാംകൂറിൽ മധ്യകേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഇപ്പൊ എൻ്റെ നാട്ടിലൊക്കെ ഇസ്ലാമിലേക്ക് പോയാലും പൊന്നാനി പോയി നിങ്ങൾ മാർഗം കൂടി എന്നാ പറയാ. മാർഗം കൂടുക എന്ന് പറഞ്ഞാൽ സൂഫിയുടെ മാർഗത്തിലേക്ക് വരിക എന്നതിൻ്റെ അർത്ഥമുള്ളൂ. സൂഫി പറയുന്ന മാർഗത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്. മലബാറിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത്
വ്യത്യസ്ത ജാതി സമുദായങ്ങളായിരുന്ന മനുഷ്യരിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, കുലങ്ങളിൽ നിന്ന് സൂഫികളുടെ പ്രവർത്തനങ്ങൾ വഴി, പ്രത്യേകിച്ച് സെയ്ദ് പാരമ്പര്യങ്ങളിൽപ്പെട്ട മഹാജ്ഞാനികളായിട്ടുള്ള സൂഫി പാരമ്പര്യങ്ങളിൽപ്പെട്ട തങ്ങന്മാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മലബാറിൽ യഥാർത്ഥത്തിൽ മുസ്ലിം ജനത പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് കാണിക്കുന്നത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ജന്മിത്വത്തിന്റെയും ജാതി വിവേചനത്തിന്റെയും വേർതിരിവുകളെ മറികടന്നുകൊണ്ട് മനുഷ്യന്റെ തുല്യതയ്ക്കും അന്തസ്സിനും ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു സാമൂഹ്യ ജീവിതം സാധ്യമാക്കുന്ന തലത്തിലേക്ക് ഇസ്ലാമിന്റെ സൂഫിയുടെ മാർഗം ഇവിടെ തുറന്നു വെച്ച അതിൽ പ്രധാനപ്പെട്ട പാരമ്പര്യം എന്ന് പറയുന്നത് സെയ്ദ് അലവി അല്ലെങ്കിൽ സെയ്ദ് പാരമ്പര്യങ്ങളാണ്. സെയ്ദ് തങ്ങന്മാരുടെ പാരമ്പര്യമാണെന്ന് പറയാനാണ് ഞാൻ ഇത്തരം കാര്യം സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സാമൂഹിക പാരസ്പര്യം എന്ന് പറയുന്നത്, സമൂഹം ജാതിബദ്ധമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിനുള്ളിൽ സാമൂഹ്യ പാരസ്പര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സൂഫികളായിട്ടുള്ള സെയ്ദ് തങ്ങന്മാർ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്ന ആളുകൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വീട് ഒരു അവകാശമായി പതിറ്റാണ്ടുകളായി മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പല ജന്മി കുടുംബങ്ങളാണ്, പല നായർ, കോന്തുനായർ ഉൾപ്പെടെയുള്ള പല ആളുകൾ തങ്ങന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിലെ ആളുകളുമായിട്ടുള്ള ഒരു സാമൂഹ്യ പാരസ്പര്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്ന ഒരു മതേതര ജീവിതം സൃഷ്ടിക്കുന്ന തലത്തിൽ പ്രവർത്തിച്ചവരായിരുന്നു തങ്ങന്മാർ. അപ്പൊ എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ വ്യത്യസ്ത ജാതികളും മതങ്ങളും വിശ്വാസക്രമങ്ങളും ഉള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെ കൃത്യതയോടുകൂടിയും കണിശതയോടുകൂടിയും ഒരു മുസ്ലിം തന്റെ വിശ്വാസം ജീവിതം നയിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ബഹുസ്വര ജീവിതത്തിൽ ഇസ്ലാമിക ജീവിത രീതി പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ് യഥാർത്ഥത്തിൽ മമ്പുറം തങ്ങന്മാരുടെ ജീവിതം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ സാമൂഹ്യ സാഹോദര്യമുണ്ട്, അതിൽ മറ്റു സമുദായങ്ങളെയും പ്രത്യേകിച്ച് അടിത്തട്ട് ജനവിഭാഗങ്ങളോടുള്ള കരുണാവബോധത്തോടു കൂടിയും അനുകമ്പയോടും സാഹോദര്യത്തോടും കൂടിയ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. അതെല്ലാവരെയും തുല്യരായി കാണുന്ന ഇസ്ലാമിന്റെ മാനവിക സങ്കല്പമുണ്ട്. അതിൽ നമ്മൾ പറയുന്ന സാമൂഹ്യ പാരസ്പര്യത്തിൻ്റെതായിട്ടുള്ള ഒരു സാംസ്കാരിക ജീവിത രൂപമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ആധിപത്യ രൂപങ്ങളോടും, അതിപ്പോ ബ്രിട്ടീഷ് കൊളോണിയൽ ആധിപത്യമാകാം, അന്നത്തെ കാലത്ത് ജീവിച്ച ജന്മിത്ത വ്യവസ്ഥയാവാം, ജാതി വ്യവസ്ഥയാവാം, ഇതിനോടൊക്കെ നിരന്തരമായി എതിരിടുന്ന, അതിനോടൊക്കെ കലഹിക്കുന്ന, അതിനോടൊക്കെ പ്രതിരോധിക്കുന്ന ഒരാത്മീയ പാരമ്പര്യത്തിൻ്റെയും ഒരു വിശ്വാസ ദൃഢതയുടെയും ഒരു തലം എപ്പോഴും മമ്പുറം തങ്ങന്മാരുടെ ജീവിതത്തിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് മലബാറിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങളെ ഒരു ആത്മീയതയുടെ തലത്തിൽ ഒരു ഇസ്ലാമിക പ്രബോധന പാരമ്പര്യങ്ങളുടെയും അതിൻ്റെ വിശ്വാസ ആത്മീയതയുടെ തലത്തിൽ അവരെ പരിഷ്കരിക്കുന്ന ഒരു തലത്തിലേക്ക്, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മുസ്ലിം സമൂഹമായിരുന്നില്ല 18-19 നൂറ്റാണ്ടിലുള്ള മനുഷ്യരെന്ന് പറയുന്നത്. പല സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നും മതം സ്വീകരിച്ചെത്തിയ മനുഷ്യരാണ്. അപ്പൊ അവര് പരമ്പരാഗതമായ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുന്നവരായിരിക്കാം. അവർക്കൊരു കൃത്യതയോടുകൂടിയുള്ള ഇസ്ലാമികമായ നവോത്ഥാന സംരംഭങ്ങളിലൂടെ അവർക്കൊരു കൃത്യതയും കണിശതയും അതിൻ്റെ വിശ്വാസ അനുഷ്ഠാനക്രമത്തിൻ്റെയും അതിൻ്റെ കർമ്മശാസ്ത്ര രൂപങ്ങളെയും എല്ലാം കൃത്യതയോടുകൂടിയുള്ള ഒരു നവോത്ഥാന സംരംഭങ്ങൾ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആത്മീയ നവീകരണ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ തങ്ങന്മാർ ഇവിടെ നടത്തിയത് എന്നും കൂടി ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പല പല പള്ളികൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്, പല പള്ളികളും അദ്ദേഹം പുനർനിർമ്മിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിത പന്ഥാവുകളിൽ മലബാറിലെ മുസ്ലിങ്ങളെ ആത്മീയമായും സാമൂഹ്യമായും പരിഷ്കരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് മൊത്തത്തിൽ കീഴ്ത്തട്ട് മനുഷ്യരെ പരിഷ്കരിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് അന്തസ്സ് ലഭിക്കുന്ന, തുല്യത ലഭിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതത്തിന് സൂഫി മാർഗം അവരുടെ മുന്നിൽ തുറന്നു വയ്ക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ ഇപ്പം അലവി തങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് പൂക്കോയ തങ്ങളാണെങ്കിലും ബ്രിട്ടീഷ് വിരുദ്ധരായിരുന്നു. ഇവിടുത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളികളായിട്ടുള്ള മാപ്പിള പോരാളികൾ എല്ലാവരും തന്നെ മമ്പുറത്ത് വരികയോ അല്ലെങ്കിൽ തങ്ങന്മാരുടെ ആത്മീയവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രബോധനങ്ങളിൽ പ്രചോദിതരായി ആയിട്ടാണ് പലരും. അത് പാത്തൻ ഗുരുക്കളാണെങ്കിലും ചമ്പൻ പോക്കറാണെങ്കിലും
മറ്റ് പിന്നീട് തങ്ങൾ ഇഹലോകാവാസം വെടിഞ്ഞതിന് ശേഷവും ഈ മമ്പുറവും തങ്ങളുടെ ഓർമ്മകളും പിന്നീട് വന്ന 921 വരെയുള്ള പോരാളികൾ ഇപ്പോഴും അവരുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ടുള്ള അവരുടെ ഉണർവിനും ഉത്തേജനത്തിനും വേണ്ടി മമ്പുറത്തിൻ്റെ പിന്നെ ചരിത്ര ബോധ്യങ്ങളെ, അതിൻ്റെ ജ്ഞാന പാരമ്പര്യങ്ങളെ അവർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം പൊതുവേ ഈ മലബാറിൻ്റെ ഒരു ആത്മീയ തലസ്ഥാനം എന്ന നിലയിൽ, മലബാറിൻ്റെ ഒരു ആത്മീയ വൈജ്ഞാനിക തലസ്ഥാനം എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ മമ്പുറം മഖാമും തങ്ങന്മാരുടെ ജീവിതവും ഇതിൻ്റെ ഒരു സാംസ്കാരിക ആത്മീയമായിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യമെന്ന് ആണ് ഈ സമകാലികമായ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചുള്ള സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യം, തങ്ങൾ പാരമ്പര്യങ്ങളെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ സാമൂഹ്യ ബോധ്യം നമ്മൾ നിലനിർത്തുകയും നമ്മൾ സാമൂഹ്യ പാരസ്പര്യത്തിൻ്റെയും സാഹോദര്യ ജീവിതത്തിൻ്റെയും ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട എല്ലാ തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വവും ജാഗ്രതയും നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതം നമുക്ക് നയിക്കുവാൻ തീർച്ചയായിട്ടും ഈ തങ്ങന്മാരുടെ പ്രവർത്തനങ്ങളുടെ ചരിത്ര ബോധ്യം നമുക്ക് കരുത്തു നൽകും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. എന്നെ ഈ സെമിനാറിലേക്ക് സംസാരിക്കാൻ വിളിച്ച എല്ലാവരോടും എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.